ഹായ് സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രാൻസാക്ഷൻ എന്ന ടോപ്പിക്കിൻ്റെ കുറച്ച് ഫീച്ചേഴ്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ്റെ ഗോൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? അതായത് മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻസ് ഒരു ഒബ്ജക്റ്റിനെയൊക്കെ ആക്സസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ പലതരത്തിലുള്ള സെർവർ ക്രാഷസ് ഉണ്ടാകുമ്പോഴും ഒക്കെ ഈ സെർവറിന് ഒബ്ജക്ട്സിനെ ഒരു കൺസിസ്റ്റൻറ്റ് സ്റ്റേറ്റിൽ റിമെയിൻ ചെയ്യാൻ പറ്റണം. ഇനി റിക്കവറബിൾ ഒബ്ജക്ട്സ് എന്ന് പറയുമ്പോൾ എന്താണ്? സെർവറൊക്കെ ക്രാഷ് ആയാൽ പോലും നമുക്കതിനെ റിക്കവർ ചെയ്യാൻ വേണ്ടി പറ്റണം. ഈ ഒബ്ജക്റ്റുകളെല്ലാം ഒരു പെർമനൻറ്റ് സ്റ്റോറേജിലായിരിക്കണം സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. ഫെയിലുവർ മോഡൽ അതെന്താണ്? ഇവിടെ എന്ന് പറയുമ്പോൾ ഈ കമ്മ്യൂണിക്കേഷനിലുള്ള ഒമിഷൻ ഫെയിലുവേഴ്സും പ്രോസസ്സസിലുള്ള ക്രാഷ് ഫെയിലുവേഴ്സും ഇതിനെയൊക്കെ ട്രാൻസാക്ഷൻ ഡീൽ ചെയ്യേണ്ടി വരുന്നു ഈ ഫെയിലുവർ മോഡലിൽ. ഡിസൈൻഡ് ഫോർ ആൻ അസിൻക്രണസ് സിസ്റ്റം. അതെ, ഈ ട്രാൻസാക്ഷൻസ് നടക്കുമ്പം രണ്ട് അസിൻക്രണസ് ആയിട്ടുള്ള സിസ്റ്റത്തിലല്ലേ ഈ ട്രാൻസാക്ഷൻസ് നടക്കുന്നത്. മാത്രമല്ല അവിടെ ഓരോ മെസ്സേജസ് സെൻഡ് ചെയ്യുമ്പോൾ ഒരു ഡിലേ ഉണ്ടാകാൻ ഉള്ള ചാൻസും കൂടുതലാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ട്രാൻസാക്ഷൻസിൻ്റെ എല്ലാ എക്സാമ്പിൾസും പറയുമ്പം അവിടെ മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് എക്സാമ്പിൾസ് ആണ് അക്കൗണ്ട് ഇൻ്റർഫേസ് ഓപ്പറേഷൻസും ബ്രാഞ്ച് ഇൻ്റർഫേസ് ഓപ്പറേഷൻസും. അപ്പോൾ അതിലെ ടേം എന്താണെന്ന് നോക്കാം. കാരണം ഈ എക്സാമ്പിളായിരിക്കും നമ്മൾ ഇനി വന്ന കംപ്ലീറ്റ് മോഡ്യൂളിലും ഇതിൻ്റെ ഒരു എക്സാമ്പിൾസിൻ്റെ ഭാഗങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓരോ ടേമും എന്തെന്ന് നോക്കാം. ഡിപ്പോസിറ്റ് എമൗണ്ട് ഇൻ ദ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ എന്താ? ഡിപ്പോസിറ്റ് എമൗണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്? അക്കൗണ്ടിൽ എത്ര എമൗണ്ട് ഡിപ്പോസിറ്റ് ചെയ്തു. വിഡ്രോ എമൗണ്ട് എന്ന് പറയുമ്പോൾ അക്കൗണ്ടിൽ നിന്നും എത്ര എമൗണ്ട് വിഡ്രോ ചെയ്തു. ഗെറ്റ് ബാലൻസ് എന്ന് പറയുമ്പം അക്കൗണ്ടിലേക്ക് ബാലൻസ് റിട്ടേൺ ചെയ്തു. സെറ്റ് ബാലൻസ് എന്ന് പറയുമ്പം ഒരു പർട്ടിക്കുലർ എമൗണ്ട് അക്കൗണ്ടിൽ ബാലൻസ് ആയിട്ട് സെറ്റ് ചെയ്തു. ഓപ്പറേഷൻസ് ഓഫ് ദ ബ്രാഞ്ച് ഇൻ്റർഫേസ്. ക്രിയേറ്റ് നെയിം അക്കൗണ്ട് ഇവിടെ നിന്ന് പറയുമ്പോൾ ഒരു പുതിയ നെയിമിൽ ഒരു പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. ലുക്കപ്പ് നെയിം അക്കൗണ്ട് ഇതെന്ന് പറയുമ്പം ഒരു ഗിവൺ നെയിമുള്ള അക്കൗണ്ടിൻ്റെ റിഫറൻസ് റിട്ടേൺ ചെയ്തു. ബ്രാഞ്ച് ടോട്ടൽ എമൗണ്ട് ഇതെന്ന് പറയുമ്പോൾ ഇത് ഒരു ബ്രാഞ്ചിൽ എത്ര ബാലൻസുകളുണ്ട്, ആ ബ്രാഞ്ചിൽ ഓരോരോ അക്കൗണ്ടുകളുമായിട്ട് മൊത്തം എത്ര ബാലൻസ് ഉണ്ട് എന്ന് റിട്ടേൺ ചെയ്യുന്നു. ആറ്റോമിക് ഓപ്പറേഷൻസ് അറ്റ് സെർവർ. അപ്പോൾ ഇവിടെ നിന്ന് പറയുമ്പോൾ നമുക്ക് ഈ ട്രാൻസാക്ഷൻസിൻ്റെ ഇപ്പോൾ കണക്കെടുക്കാതെ തന്നെ ഈ ക്ലയൻറ്റ് ഓപ്പറേഷൻസ് പരസ്പരം സിങ്ക്രണൈസേഷൻ ചെയ്യുമ്പോൾ ഉള്ള കാര്യം തന്നെ കൺസിഡർ ചെയ്യാം. ട്രാൻസാക്ഷൻ അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ കുറേ ക്ലയൻറ്റ് ഓപ്പറേഷൻസ് ഉണ്ട്, അവർക്ക് പരസ്പരം സിങ്ക്രണൈസേഷൻ ചെയ്ത് വർക്ക് ചെയ്യണം. അപ്പോൾ അവിടെ എങ്ങനെ നോക്കാം. അതായത് ഇപ്പം ഒരു സെർവർ മൾട്ടിപ്പിൾ ത്രെഡുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ അവർക്ക് ക്ലയൻറ്റ് ഓപ്പറേഷൻസ് ഒക്കെ കൺകറൻ്റ്ലി പെർഫോം ചെയ്യാൻ പറ്റുമല്ലോ. പക്ഷേ ഇപ്പോൾ അയാളോട് അയാളുടെ ബാങ്ക് അക്കൗണ്ട്, ആ ബാങ്ക് അക്കൗണ്ടിൽ അയാൾ ഒരേ സമയം പൈസ ഡിപ്പോസിറ്റ് ചെയ്യുകയും വിഡ്രോ ചെയ്യുകയും കൺകറൻ്റ്ലി ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഒരേ സമയം ആണ് ഈ രണ്ട് പ്രോസസ്സും കൂടെ ചെയ്യുന്നതെങ്കിൽ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രോബ്ലംസ് ഒക്കെ തടഞ്ഞ് ഒരു സേഫ് കൺകറൻറ്റ് ആക്സസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം നമ്മൾ ഒബ്ജക്ട്സിനെയൊക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ജാവയുടെ കേസിലാണെങ്കിൽ ജാവ സിങ്ക്രണൈസ്ഡ് ആയിട്ടുള്ള മെത്തേഡ്സ് ഒക്കെ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പബ്ലിക് സിങ്ക്രണൈസ്ഡ് വോയിഡ് ഡിപ്പോസിറ്റ് ഇൻ എമൗണ്ട് ത്രോസ് റിമോട്ട് എക്സെപ്ഷൻ. അപ്പോൾ മറ്റ് ത്രെഡുകളെല്ലാം ഈ ഒരു കൺകറൻ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് എല്ലാം കൂടെ ചെയ്യാൻ നേരത്ത് അപ്പോൾ ഒരു ആറ്റോമിക് ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ അത് ഈ മറ്റ് ത്രെഡുകളിൽ നിന്നും കൺകറൻ്റ് ആയിട്ട് ആക്സസ് ചെയ്യുന്ന ഓപ്പറേഷൻസിൻ്റെ ഇൻറിഫറൻസിൽ നിന്നും ഫ്രീ ആയിരിക്കും. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് കാണും, ആ ഒബ്ജക്റ്റിൽ കൺകറൻ്റ് ആയിട്ട് മറ്റ് ത്രെഡുകളും അതിൽ പല തരത്തിലുള്ള ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പം വേറെ ഒരു ആറ്റോമിക് ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ അത് ഇത്തരത്തിലുള്ള കൺകറൻ്റ് ആയിട്ടുള്ള മറ്റ് ത്രെഡുകൾ ഉണ്ടാക്കുന്ന ഓപ്പറേഷൻസിൻ്റെ ഇൻറിഫറൻസിൽ നിന്നും ഫ്രീ ആയിരിക്കും. അവിടെ ഇൻറിഫറൻസ് ഉണ്ടാകാൻ പാടില്ല, അല്ലെങ്കിൽ ഉണ്ടാകത്തില്ല. അപ്പോൾ അങ്ങനെ ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ മെക്കാനിസം ഒക്കെ ഇവിടെ യൂസ് ചെയ്യാം. ക്ലയൻറ്റ് കോഓപ്പറേഷൻ ബൈ മീൻസ് ഓഫ് സിങ്ക്രണൈസേഷൻ സെർവർ ഓപ്പറേഷൻസ്. ഇവിടെ എന്ന് പറയുമ്പോൾ ക്ലയൻറ്റ്സ് റിസോഴ്സുകളൊക്കെ ഷെയർ ചെയ്യുന്നത് സെർവർ വഴിയാണ്. അതായത് ഇപ്പോൾ ചില ക്ലയൻസുകളാണെങ്കിൽ അവർ സെർവർ ഒബ്ജക്ട്സിനെ അപ്ഡേറ്റ് ചെയ്യുന്നു, ചിലർ ആ സെർവർ ഒബ്ജക്ട്സിനെ ആക്സസ് ചെയ്യുന്നു. സെർവർ മൾട്ടിപ്പിൾ ത്രെഡ്സുകളുള്ള സെർവർ ഉണ്ടായിരിക്കും, അതിന് ആറ്റോമിക് ആയിട്ടുള്ള ഒബ്ജക്ട്സുകളെയാണ് ആവശ്യമായിട്ട് വരിക. കാരണം അത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ത്രെഡ്സ് മൾട്ടിപ്പിൾ ഒരേ സമയം കൺകറൻ്റ്ലി ഒക്കെ എക്സിക്യൂട്ട് ചെയ്യാൻ നേരത്ത് ഒബ്ജക്ട്സിൻ്റെ ഒരു ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ പോകാൻ പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ത്രെഡ്സ് ഉള്ള സെർവേഴ്സിന് ആറ്റോമിക് ആയിട്ടുള്ള ഒബ്ജക്ട്സ് ആവശ്യമുണ്ട്.
പക്ഷെ ചില ആപ്ലിക്കേഷൻസിലൊക്കെ ക്ലയൻസ് പരസ്പരം ഈ വർക്ക് ചെയ്ത് പോകാൻ നേരത്ത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷെ ആറ്റോമിക് ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ലെന്നല്ല നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പം ചില ആപ്ലിക്കേഷൻ്റെ കേസിലൊക്കെ ഈ ക്ലയൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നിരിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഈ പ്രൊഡ്യൂസർ കൺസ്യൂമർ പ്രോബ്ലംസ് ഒക്കെ ഇല്ല. അതായത് ഇപ്പോൾ ഒരാളെന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസർ ആയിരിക്കും, മറ്റൊരാളെന്ന് പറഞ്ഞാൽ കൺസ്യൂമർ ആയിരിക്കും. ഇല്ലെങ്കിൽ ഒരാൾ ഒരു ലോക്ക് സെറ്റ് ചെയ്യും, മറ്റേയാൾ ആ ലോക്ക് റിലീസ് ആകുന്നത് വരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു ക്ലയൻറ്റ് എപ്പോഴും എപ്പോഴും ഈ സെർവറിലേക്ക് നോക്കി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. റിസോഴ്സുകളൊക്കെ ഇപ്പോഴെങ്കിലും അവൈലബിൾ ആയോ എന്നിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഗുഡ് ഐഡിയ അല്ല. അതൊരു അൺഫെയർ ആണല്ലേ, എപ്പോഴും ഇങ്ങനെ ഈ ക്ലയൻറ്റ് സെർവർ റിസോഴ്സിന് കിട്ടിയോ എന്ന് നോക്കിക്കൊണ്ട് ഈ ക്ലയൻറ്റ് ഇരിക്കുന്നത്. അപ്പോൾ അതിന് എന്ത് മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാം? ഇപ്പോൾ ജാവയിലൊക്കെ ആണെങ്കിൽ വെയിറ്റ് ആൻഡ് നോട്ടിഫൈ മെത്തേഡ് ഉപയോഗിക്കും. ഇതെന്ന് പറയുന്നത് ത്രെഡ്സിന് ഒക്കെ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഈ വെയിറ്റ് ആൻഡ് നോട്ടിഫൈ എന്ന് പറയുന്ന ജാവയിലെ മെത്തേഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരു ക്ലയൻറ്റ് ഒരു റിസോഴ്സ് റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? സെർവർ ത്രെഡ് വെയിറ്റ് ചെയ്യുന്നു ആ റിസോഴ്സ് അവൈലബിൾ ആകുന്നത് വരെ. എന്നിട്ട് ആ പർട്ടിക്കുലർ ക്ലയൻറ്റ് ചോദിച്ച റിസോഴ്സ് ഇല്ലേ, അത് അവൈലബിൾ ആകുന്നത് വരെ സെർവറിലെ ത്രെഡ് വെയിറ്റ് ചെയ്യുന്നു. എന്നിട്ട് ആ റിസോഴ്സ് അവൈലബിൾ ആകുമ്പോൾ സെർവർ ത്രെഡ് ക്ലയൻറ്റിനെ നോട്ടിഫൈ ചെയ്യുന്നു. അപ്പോൾ ക്ലയൻറ്റിനെ വെറുതെ വെയിറ്റ് ചെയ്യിക്കേണ്ട അവസ്ഥയും ഇവിടെ ഇല്ല. ഫെയിലുവർ മോഡൽ ഫോർ ട്രാൻസാക്ഷൻ. അപ്പോൾ ലാംസൺ ഒരു ഫെയിലുവർ മോഡൽ ക്രിയേറ്റ് ചെയ്തിരുന്നു, അല്ലെങ്കിൽ ഫോൾട്ടി മോഡൽ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് കാര്യങ്ങൾ നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ ഈ ഫോൾട്ടി മോഡൽ അല്ലെങ്കിൽ ഫെയിലുവർ മോഡൽ ലാംസൻ്റെ ഇത് ഡീൽ ചെയ്യുന്നത് ഡിസ്കിൻ്റെ ഫെയിലുവേഴ്സ്, സെർവർ കമ്മ്യൂണിക്കേഷൻ ഫെയിലുവേഴ്സ് ഇതൊക്കെയായിരുന്നു ഡീൽ ചെയ്തിരുന്നത്. ഇവിടെ എന്ന് പറയുമ്പം ഇത് പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഫോൾട്ടൊക്കെയാണ് ഒക്കർ ചെയ്യുന്നതെങ്കിൽ അൽഗോരിതം കറക്റ്റായിട്ടൊക്കെ വർക്ക് ചെയ്യും. പക്ഷേ ഒരു ഡിസാസ്റ്റർ ഒക്കെയാണ് ഉണ്ടാകുന്നതെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് പറയാനേ പറ്റത്തില്ല. ഇപ്പം ഒരു പെർമനൻ്റ് ആയിട്ടുള്ള സ്റ്റോറേജിൽ എന്തെങ്കിലുമൊക്കെ റൈറ്റിംഗ് ഓപ്പറേഷൻ പെർഫോം ചെയ്ത് നിങ്ങൾ റൈറ്റ് ചെയ്ത്, അപ്പോൾ അവിടെ ഒരു ഫെയിലിയർ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഇപ്പം കുറേ ബ്ലോക്കുകളുണ്ടല്ലോ, ആ ബ്ലോക്കുകളിൽ ഏതെങ്കിലും കറക്റ്റായിട്ടുള്ള സാധനം, കറക്റ്റായിട്ടുള്ള ഒരു ഐറ്റം എടുത്ത് റോങ് ആയിട്ടുള്ള ബ്ലോക്കിൽ കൊണ്ട് എഴുതാം, അല്ലെങ്കിൽ പിന്നെ റോങ് വാല്യൂ ബ്ലോക്കിൽ എഴുതാം, അങ്ങനെയൊക്കെ എഴുതാമല്ലോ. അപ്പോൾ ഇതിനൊക്കെയാണ് ഈ ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബ്ലോക്കുകളിൽ തെറ്റായിട്ടുള്ള വാല്യൂസൊക്കെയാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ അത് റീഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ നേരത്തെ അത് തെറ്റാണോ ബാഡ് ബ്ലോക്ക് ആണോ എന്ന് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി ചെക്സ് ആൻഡ് മെക്കാനിസം ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഈ സെർവറൊക്കെ ഒക്കേഷണലി ക്രാഷ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു ക്രാഷ് ചെയ്യപ്പെട്ട സെർവർ അതിനെ ഒരു മെമ്മറിയിലുള്ളൊരു പുതിയ പ്രോസസ്സ് കൊണ്ട് റീപ്ലേസ് ചെയ്യാം. ഈസ് ക്ലിയർഡ്. അതായത് വെൻ എ ക്രാഷ് സെർവർ ഈസ് റീപ്ലേസ്ഡ് ബൈ എ ന്യൂ പ്രോസസ്, its memory is cleared and then it carries out a recovery procedure to get its object state. അതായത് ഒരു സെർവർ ക്രാഷ് ആകുമ്പോൾ മെമ്മറിയിലുള്ള ഒരു പുതിയ പ്രോസസ്സ് കൊണ്ട് സെർവർ ക്രാഷ് ആകുമ്പോൾ അതിനൊരു പുതിയ പ്രോസസ്സ് കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു, അതിൻ്റെ മെമ്മറിയെ ക്ലിയർ ചെയ്യുന്നു. എന്നിട്ട് ആ ഒബ്ജക്ട്സിൻ്റെ സ്റ്റേറ്റ് എന്താണെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് റിക്കവറി പ്രൊസീജിയർ ക്യാരി ഔട്ട് ചെയ്യുന്നു. മനസ്സിലായത്? അതായത് സെർവർ ക്രാഷ് ആകുമ്പോൾ പുതിയ പ്രോസസ്സ് കൊണ്ട് അതിനെ റീപ്ലേസ് ചെയ്യുന്നു, അതിൻ്റെ മെമ്മറി ക്ലിയർ ചെയ്യുന്നു, എന്നിട്ട് ഒബ്ജക്ട്സിൻ്റെ സ്റ്റേറ്റ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? റിക്കവറി പ്രൊസീജിയർ ക്യാരി ഔട്ട് ചെയ്യുന്നു. അപ്പോൾ ഫോൾട്ടി സെർവേഴ്സ് എന്ന് പറയുമ്പോൾ അത് ക്രാഷ് ആകാം. അതെന്ന് പറയുന്നത് ഒരു ആർബിട്രറി ഫെയിലിയേഴ്സ് ഒന്നും ഒരിക്കലും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഇവിടെ ആർബിട്രറി ഡിലേ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ഈ മെസ്സേജ് അറൈവ് ആകുന്നതിന് മുമ്പ്. ഇപ്പം മെസ്സേജുകൾ ലോസ്റ്റ് ആവാം, ഡ്യൂപ്ലിക്കേറ്റഡ് ആവാം, കറപ്റ്റഡ് ആവാം. അപ്പം ഈ റെസിപ്പിയൻറ്റിൻ്റെ കറപ്റ്റഡ് ആയിട്ടുള്ള മെസ്സേജുകളൊക്കെ വന്നെങ്കിൽ അതൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി ചെക്സ് ആൻഡ് മെക്കാനിസം ഉപയോഗിക്കാം. പക്ഷേ ഈ ഫോർജ്ഡ് മെസ്സേജ് അല്ലെങ്കിൽ ഡിറ്റക്റ്റഡ് ആയിട്ടുള്ള കറപ്റ്റ് മെസ്സേജൊക്കെ ഇല്ല, അതൊക്കെ ഡിസാസ്റ്ററാണ്. ഈ ലാംസൻ്റെ ഫെയിലിയർ മോഡൽ അതൊന്നും ഡീൽ ചെയ്യാൻ പറ്റത്തുമില്ല. ട്രാൻസാക്ഷൻസ്. അപ്പോൾ ചില ആപ്ലിക്കേഷൻസ് ഉണ്ട്, അവിടെ എന്ന് പറയുമ്പോൾ കുറേ സെർവറിലേക്ക് കുറേ സീക്വൻസ് ഓഫ് ക്ലയൻറ്റ് റിക്വസ്റ്റ് വരുന്നു. അതെന്ന് പറയുന്നത് ആറ്റോമിക് ആയിരിക്കും ചില ആപ്ലിക്കേഷൻസിൽ. ചില ആപ്ലിക്കേഷൻസാണ് നമ്മൾ ട്രാൻസാക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പം ഈ പല ഓപ്പറേഷൻസ് കൺകറൻ്റ് ആയിട്ടുള്ള ക്ലയൻറ്റ്സ് പെർഫോം ചെയ്യുമ്പം അവർ പരസ്പരം അവരെ ഇൻ്റർഫിയർ ചെയ്യാൻ പാടില്ല. അതായത് ആറ്റോമിക് ആയിരിക്കണം, അവർ പരസ്പരം ഇൻ്റർഫിയർ ചെയ്യാൻ വേണ്ടി പാടില്ല, ഒന്നിൻ്റെ എഫക്റ്റ് മറ്റൊന്നിൽ എഫക്റ്റ് ചെയ്യരുത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത്, അങ്ങനെയൊക്കെയുണ്ട്. ഇപ്പം ഇവിടെ എന്ന് പറയുമ്പോൾ എല്ലാ ഓപ്പറേഷൻസും സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യണം. അതുപോലെ അല്ലെങ്കിൽ സെർവറൊക്കെ ക്രാഷ് ആകുകയാണെങ്കിൽ അവിടെ ഒരു എഫക്റ്റും കാണിക്കാൻ പാടില്ല.
എന്നൊക്കെയുണ്ട്. ഈ ട്രാൻസാക്ഷൻ ഇതൊക്കെ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ഒക്കെ വന്നപ്പോഴാണ് ട്രാൻസാക്ഷൻ ഒക്കെ ഒറിജിനേറ്റ് ചെയ്തത്. ട്രാൻസാക്ഷണൽ ഫയൽ സർവേസ് 1980s ബിൽഡ് ചെയ്തതും. ഡിസ്ട്രിബ്യൂട്ടഡ് ഒബ്ജക്റ്റിൽ ട്രാൻസാക്ഷൻസ് നമ്മൾ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയത് ലേറ്റ് 80s 90s കാലഘട്ടത്തിലൊക്കെയാണ്. ഇപ്പം മിഡിൽ വെയർ കമ്പോണൻസ് ആയിട്ടുള്ള ഒന്നാണ് ഈ കോർബ ഒബ്ജക്റ്റ് ട്രാൻസാക്ഷൻ സർവീസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ട്രാൻസാക്ഷൻസ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന റിക്കവറബിൾ ഒബ്ജക്ട്സിലായിരിക്കും. അതുപോലെ തന്നെ അവ ആറ്റോമിക് ആയിരിക്കണം, ഈ ഒബ്ജക്ട്സ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ സെർവേഴ്സ് റിക്കവർ എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? ദേ ആർ റീസ്റ്റേറ്റഡ് ആൻഡ് ഗെറ്റ് ദെയർ ഒബ്ജക്ട്സ് ഫ്രം പെർമനൻറ്റ് സ്റ്റോറേജ് എന്ന് പറയുമ്പം അവരുടെ സ്റ്റേറ്റ് ഒന്നുകൂടെ ആ പർട്ടിക്കുലർ ഒബ്ജക്റ്റിൻ്റെ സ്റ്റേറ്റ് ഒന്നുകൂടെ സെറ്റ് ചെയ്ത് കൊടുക്കും. ആ ഒബ്ജക്ട്സിൻ്റെ പെർമനൻ്റ് ആയിട്ടുള്ള സ്റ്റോറേജിൽ എഴുതിയിട്ടുണ്ടാവും, അവിടെ നിന്ന് അതിനെ എടുക്കും. അപ്പോൾ ഇവിടെ ഒരു സിമ്പിളായിട്ട് ഇവിടെ ഒരു ട്രാൻസാക്ഷൻ്റെ എക്സാമ്പിൾ പറയാം. അതായത് ക്ലയൻറ്റ് ബാങ്കിങ്ങിൽ ട്രാൻസാക്ഷൻ ചെയ്യുന്ന ഒരു എക്സാമ്പിളാണിത്. ഇവിടെ എന്താണ് ടി എന്ന് പറയുന്ന ഒരു ട്രാൻസാക്ഷൻ ഉണ്ട് അല്ലേ. ABC എന്നൊക്കെ പറയുന്ന ഒരു ബാങ്ക് അക്കൗണ്ടിൻ്റെ പേരുകളാണ്. അപ്പോൾ A എന്ന് പറയുന്ന ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് 100 രൂപ വിഡ്രോ ചെയ്തു. B എന്ന് പറയുന്ന അക്കൗണ്ടിലേക്ക് 100 രൂപ ഡിപ്പോസിറ്റ് ചെയ്തു. C എന്ന് പറയുന്ന അക്കൗണ്ടിലേക്ക് 200 രൂപ അതിൽ നിന്നും വിഡ്രോ ചെയ്തു. ബി എന്ന് പറയുന്ന അക്കൗണ്ടിലേക്ക് 200 രൂപ ഡിപ്പോസിറ്റ് ചെയ്തു. അങ്ങനെ ട്രാൻസാക്ഷൻ ഒരു സിമ്പിൾ എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആറ്റോമിസിറ്റി ഓഫ് ട്രാൻസാക്ഷൻ. അപ്പോൾ ആറ്റോമിസിറ്റി എന്ന് പറയുമ്പം അവിടെ 2 ആസ്പെക്ട്സുകളുണ്ട്. അപ്പോൾ ആറ്റോമിസിറ്റി എന്ന് പറയുമ്പോൾ ഓൾ ഓർ നത്തിങ്, അതായത് ഒന്നെങ്കിൽ എല്ലാ ഓപ്പറേഷൻസും സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആകണം, അല്ലെങ്കിൽ ഒബ്ജക്ട്സിൽ ഇത് എല്ലാ ഓപ്പറേഷൻസിൻ്റെയും എഫക്റ്റ് റെക്കോർഡ് ആയിരിക്കണം. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഓൾ ഓർ നത്തിങ് എന്ന് പറയുമ്പം എല്ലാം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആകണം, അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പറേഷൻസിൻ്റെ എല്ലാം എഫക്റ്റുകൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒബ്ജക്ട്സുകളിൽ അത് റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കണം ഈ ട്രാൻസാക്ഷൻസ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ. അല്ലെങ്കിൽ അതിൽ സക്സസ്ഫുൾ ആയില്ലെങ്കിലോ അതിൽ ഒരു എഫക്റ്റും ഉണ്ടാകാൻ പാടില്ല. ഒരു ഒബ്ജക്റ്റിൽ ഇങ്ങനെ ട്രാൻസാക്ഷൻ ഉണ്ടായി എന്നുള്ള ഒരു കണ്ടന്റ് ചേഞ്ചും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഈ ഓൾ ഓർ നത്തിങ് എഫക്റ്റിന് 2 ഫർദർ ആസ്പെക്ട്സുകളുണ്ട്, ഫെയിലിയർ ആറ്റോമിസിറ്റിയും ഡ്യൂറബിലിറ്റിയും. ഫെയിലിയർ ആറ്റോമിസിറ്റി എന്ന് പറയുമ്പം ഇവിടെ എഫക്ട്സ് എന്ന് പറയുന്നത് ആറ്റോമിക് ആണ്, ഈ സെർവർ ക്രാഷ് ആയാൽ പോലും. ഡ്യൂറബിലിറ്റി ഇവിടെ എന്ന് പറയുമ്പം ട്രാൻസാക്ഷൻസ് സക്സസ്ഫുള്ളി ഇവിടെ കംപ്ലീറ്റഡ് ആകുന്നു. അപ്പോൾ ഇവിടുത്തെ എല്ലാ എഫക്ട്സും ഒരു പെർമനൻറ്റ് സ്റ്റോറേജിലാണ് സേവ് ചെയ്യുന്നത്. അപ്പോൾ കൺകറൻസി കൺട്രോൾ എന്നൊക്കെ പറയുന്നത് ഈ ഐസൊലേഷൻ പ്രൊവൈഡ് ചെയ്യണം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ ഐസൊലേഷൻ എന്താ പറയുന്നത്? അതായത് ഓരോ ട്രാൻസാക്ഷൻസും പെർഫോം ചെയ്യുമ്പോൾ അത് മറ്റ് ട്രാൻസാക്ഷൻസുമായിട്ട് ഇൻ്റർഫിയർ ചെയ്യാൻ പാടില്ല. അതായത് ഓരോ ട്രാൻസാക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുമ്പം അതിൻ്റെ കൂടെ എക്സിക്യൂട്ട് ചെയ്യുന്ന വേറെ ട്രാൻസാക്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള എഫക്റ്റുകളൊക്കെ ഉണ്ടല്ലോ, അത് ഈ ട്രാൻസാക്ഷനിൽ ഒബ്സർവ് ചെയ്യാനായിട്ട് പാടില്ല. അതാണ് ഐസൊലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓപ്പറേഷൻസ് ഇൻ ദ കോർഡിനേറ്റർ ഇൻ്റർഫേസസ്. ഇവിടെ എന്ന് പറയുമ്പം ട്രാൻസാക്ഷൻസിൻ്റെ കേപ്പബിലിറ്റീസ് ഇതെന്ന് പറയുന്നത് റിക്കവറബിൾ ഒബ്ജക്ട്സുകളുള്ള സെർവറിലേക്ക് ആഡ് ചെയ്യുന്നു. ഓരോ ട്രാൻസാക്ഷൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയും മാനേജ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഒരു കോർഡിനേറ്റർ ഒബ്ജക്റ്റുകളാണ്. അപ്പം അതിൻ്റെ ഇൻ്റർഫേസ് ആണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഓപ്പൺ ട്രാൻസാക്ഷൻ, ക്ലോസ് ട്രാൻസാക്ഷൻ, അബോർട്ട് ട്രാൻസാക്ഷൻ. ഓക്കെ, ഓപ്പൺ ട്രാൻസാക്ഷൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു പുതിയ ട്രാൻസാക്ഷൻസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു, ഒരു യുണീക്ക് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ഐ ഡി ട്രാൻസ് ഡെലിവർ ചെയ്യുന്നു. ഈ ഐഡൻറ്റിഫയർ ആണ് മറ്റു പല ഓപ്പറേഷൻസും ട്രാൻസാക്ഷൻസ് ചെയ്യാൻ നേരത്തെ ഉപയോഗിക്കുന്നത്. ക്ലോസ് ട്രാൻസാക്ഷൻ ഇവിടെ കമ്മിറ്റും അബോർട്ടും ഉണ്ട്. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ ഇവിടെ ഈ ഇൻ്റർഫേസ് കോൾ ചെയ്യുമ്പം അത് ഒരു ട്രാൻസാക്ഷൻ എൻഡ് ചെയ്യുകയാണ്. അപ്പോൾ കമ്മിറ്റ് ആണെങ്കിൽ ആ ബ്രാക്കറ്റിനകത്ത് കമ്മിറ്റും ആണുള്ളതെങ്കിൽ അവിടുത്തെ റിട്ടേൺ വാല്യൂ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ട്രാൻസാക്ഷൻസ് കമ്മിറ്റഡ് ആയെന്നാണ്. അപ്പോൾ എന്ത് പറ്റും? അതിൻ്റെ ഡേറ്റാസൊക്കെ പെർമനൻ്റ് ആയിട്ട് ഇപ്പം ആ ട്രാൻസാക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്തപ്പോൾ വന്ന മാറ്റങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ പെർമനൻ്റ് ആയിട്ടുള്ള സ്റ്റോറേജ് സ്പേസിലേക്ക് അത് സ്റ്റോർ ചെയ്ത് വെക്കും. പക്ഷേ അബോർട്ട് ആണെങ്കിലോ അത് റിട്ടേൺ ചെയ്യുന്നെങ്കിൽ ആ ട്രാൻസാക്ഷൻസ് തന്നെ അബോർട്ട് ആകും. അതുപോലെ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചേഞ്ചുകൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇൻവിസിബിൾ ആകും. ആ ചേഞ്ചുകളൊന്നും പിന്നെ കാണിക്കത്തില്ല ആ പർട്ടിക്കുലർ ഒബ്ജക്റ്റിൽ, ട്രാൻസാക്ഷൻസ് അപ്ലൈ ചെയ്ത പർട്ടിക്കുലർ ഒബ്ജക്റ്റിൽ. അബോർട്ട് ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ എന്ത്? ട്രാൻസാക്ഷനെ അബോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അബോർട്ട് ട്രാൻസാക്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഒരു ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് സക്സസ്ഫുൾ ആകുകയാണെങ്കിൽ അത് ഇറ്റ് കമ്മിറ്റ്സ് എന്ന് പറയാം. ഇവിടെ എന്ന് പറയുമ്പോൾ കോർഡിനേറ്ററിന് ആ എല്ലാ ഒബ്ജക്ട്സിനെയും അതിലെന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ എല്ലാം കൂടെ ഒരു പെർമനൻറ്റ് സ്റ്റോറേജിൽ സേവ് ചെയ്തിരിക്കുന്നതായിട്ട് കോർഡിനേറ്ററിന് കാണാം. ഇനി
ട്രാൻസാക്ഷൻസ് അബോർട്ട് ചെയ്യപ്പെടാം. അത് ക്ലയൻറ്റ് കാരണമോ സെർവർ കാരണമോ ട്രാൻസാക്ഷൻസ് അബോർട്ട് ചെയ്യപ്പെടാം. അപ്പോൾ എന്താണ് ഈ ഇപ്പം ട്രാൻസാക്ഷൻസ് പെർഫോം ചെയ്തപ്പോൾ ഉള്ള ടെമ്പററി ആയിട്ടുള്ള എഫക്റ്റുകളൊക്കെ ഇല്ലേ, ഇതൊന്നും ആ ട്രാൻസാക്ഷനിൽ വിസിബിൾ ആകുകയില്ല. അപ്പോൾ ഈ ക്ലയൻറ്റിന് എങ്ങനെ അറിയാം ഇപ്പോൾ സെർവറൊക്കെയാണ് ഈ ട്രാൻസാക്ഷൻസ് അബോർട്ട് ചെയ്തതെങ്കിൽ? അതായത് ഈ ക്ലയൻറ്റ് ഇപ്പം ട്രാൻസാക്ഷൻ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യും. വെയിറ്റ് ചെയ്യുമ്പോൾ റെസ്പോൺസ് ഒന്നും ഇല്ലെങ്കിൽ ഒരു എക്സെപ്ഷൻ വരും. അങ്ങനെ ക്ലയൻറ്റിന് മനസ്സിലാകും സെർവർ ടൈം ഔട്ട് കാണിച്ച് എക്സെപ്ഷൻ വരുമ്പം ക്ലയൻറ്റിന് മനസ്സിലാകും ആ സെർവർ സൈഡിൽ ആ ട്രാൻസാക്ഷൻ അബോർട്ട് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ നമ്മളിന്ന് ട്രാൻസാക്ഷനെ പറ്റി കുറച്ച് ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും ഇതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കൺകറൻസി കൺട്രോൾ എന്താണെന്ന് നോക്കാം. ഓക്കെ, താങ്ക് യു.